നമസ്കാരം. ഞാൻ ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ രാജ്യത്ത് ആബാലവൃദ്ധം ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിന് സജ്ജനാക്കുന്നതിലേക്ക് വേണ്ടി മഹാത്മാഗാന്ധി നടത്തിയ ഏറ്റവും ധീരോദാത്തമായ ഒരു സമര ചരിത്രത്തിൻ്റെ തുടക്കമാണ് ദണ്ഡി യാത്രയും അതിനോടനുബന്ധിച്ച് നടത്തിയ ഉപ്പ് സത്യാഗ്രഹം. സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രൂപത്തിൽ പല ഭാവത്തിൽ നടക്കുമ്പോഴും ഭാരതത്തിലെ പല ഗ്രാമങ്ങളിലും സ്വാതന്ത്ര്യബന്ധമോ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ യഥാർത്ഥമായ ഒരു ധാരണയോ ഒരു തുടക്കമോ ഒരു ഗ്രാമങ്ങളിലും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ കൊടിയ ദാരിദ്ര്യം, പലവിധങ്ങളായ ഉച്ചനീചത്വങ്ങൾ, ജാതീയവും മതപരവുമായ വേർതിരിവുകൾ, അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു അവസ്ഥ പോലും, ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ആബാലവൃദ്ധം ജനങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമില്ലാതെ മനഃശക്തി കൊണ്ട്, ജനങ്ങളുടെ ശക്തി കൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാത്മാഗാന്ധിയുടെ ഉറച്ച വിശ്വാസവും നിശ്ചയദാർഢ്യത്തിനും ഒടുവിലാണ് ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമത്തിനെതിരായ ലംഘനത്തിന് സാധാരണക്കാരെ പ്രാപ്തമാക്കുന്നതിലേക്ക് വേണ്ടി നടത്തിയ ഒരു സമര ചരിത്രമാണ് ദണ്ഡി യാത്രയ്ക്കുള്ളത്. ദണ്ഡി യാത്രയിലൂടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉപ്പ് എന്ന് പറയുന്നത് സാധാരണയായി നമ്മുടെ വീടുകളിൽ അമ്മമാർ, പെങ്ങന്മാർ അടുക്കളയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആ ഉപ്പിന് നികുതി ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഉപ്പുണ്ടാക്കിയാൽ വലിയ പിഴ ചുമത്തുകയും കയ്യാമം വെച്ച് കൽത്തുറുങ്കിലടക്കുകയും ചെയ്യുന്ന നിയമവ്യവസ്ഥ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യൻ സാൾട്ട് ആക്ട്, ഇന്ത്യയിലെ ഉപ്പ് നിയമം ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അതിനെതിരായ ഒരു സമരത്തിൽ ആബാലവൃദ്ധം ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്ന് മഹാത്മാഗാന്ധിക്ക് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 78 മുഴുനീള സമരഭടന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 273 ദിവസം നീണ്ടുനിന്ന ദണ്ഡി യാത്രയ്ക്ക് മഹാത്മാഗാന്ധി തുടക്കം കുറിച്ചത്. 1930 മാർച്ച് 12 തുടങ്ങിയ ദണ്ഡി യാത്ര, അത് ദണ്ഡി കടപ്പുറത്ത് ഏപ്രിൽ 5 തീയതി എത്തുകയും ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് ആബാലവൃദ്ധം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കടലിൽ നിന്ന് ജലമെടുത്ത് വറ്റിച്ച് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹം ഈ സമരത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഉറച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒന്നുകിൽ ഞാൻ ഈ സമരം വിജയിച്ച് തിരികെ ആശ്രമത്തിലേക്ക് മടങ്ങി വരും, അല്ല എങ്കിൽ ഞാൻ കടലിൽ ആത്മാഹൂതി ചെയ്യും എന്നും മഹാത്മാഗാന്ധി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സമരത്തിന് അദ്ദേഹം നാന്ദി കുറിച്ചത്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഈ സമരത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് നിങ്ങൾ ചോദിക്കും. നമുക്കെല്ലാം അറിയുന്നത് പോലെ ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നു. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പലവിധങ്ങളായ നികുതി നിർദ്ദേശങ്ങളും നികുതി ഈടാക്കലുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നിട്ടും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിധത്തിൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ ജനങ്ങളുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന അനിയന്ത്രിതമായ നികുതി അടിച്ചേൽപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ഉയർത്തിയ ധീരോദാത്തമായ സമരത്തിൻ്റെ ദർശനം ഇന്നും കാലിക പ്രസക്തി ഉണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ചരിത്രത്തെ തിരസ്കരിക്കുന്നു, ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കന്മാർക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ സ്വാതന്ത്ര്യ സമരത്തിന് നാന്ദി കുറിച്ച സമര പരമ്പരകളെക്കുറിച്ചോ വ്യക്തമായ ധാരണയോ വ്യക്തമായ പഠനങ്ങളോ അതേ സംബന്ധിച്ച് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവിത ചരിത്രം തന്നെ പാഠഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു നിരാശാജനകമായ ഒരു സ്ഥിതിവിശേഷം കൂടി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതും പ്രസക്തമാണ്. ഈ കാലഘട്ടത്തിലാണ് ഗാന്ധി മിത്ര മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായി തുടർച്ചയായി ചരിത്രത്തെ പുനരാവിഷ്കരിക്കുക എന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യത്തോടുകൂടി ദണ്ഡി യാത്രയും ഉപ്പു സത്യാഗ്രഹത്തിൻ്റെയും പുനരാവിഷ്കാര പരിപാടി നടത്തുന്നത്. ഈ വർഷവും മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് നാന്ദി കുറിച്ചുകൊണ്ടുള്ള പതാക കൈമാറി. പക്ഷേ അന്ന് ദണ്ഡി യാത്ര മാർച്ച് 12 നടത്തേണ്ടിയിരുന്നത് എങ്കിലും നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 2 ദിവസം മാറ്റിവെക്കേണ്ടി വന്നത്. ആ ദണ്ഡി യാത്രയുടെ പുനരാരംഭിക്കുന്നത് മാർച്ച് 16
ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ധീര സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധി സ്മാരകതയുടെ അഖിലേന്ത്യാ ചെയർമാനും ജീവിതകാലം മുഴുവൻ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് വേണ്ടി അടിയുറച്ചു നിന്നുകൊണ്ട് തത്വപ്രചാരകനായി മാറി നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പത്മശ്രീ പി ഗോപിനാഥൻ നായരുടെ പ്രതിമയ്ക്കരികിൽ നിന്നാണ് ഈ പ്രാവശ്യത്തെ ദണ്ഡിയാത്ര ആരംഭിക്കുന്നത്. അത് മാർച്ച് 16 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം പൂവാർ പൊഴിക്കരയിൽ എത്തി അവിടെ എല്ലാ സമരഭടന്മാരും കൂടി ചേർന്ന് കടലിൽ നിന്ന് ജലമെടുത്ത് വറ്റിച്ച് ഉപ്പുണ്ടാക്കി പ്രതീകാത്മകമായി ഉപ്പ് സത്യാഗ്രഹം നടത്തുന്ന പരിപാടിയാണ്. ഈ പരിപാടിയെ പുനരാവിഷ്കരിക്കുന്നതിലേക്ക് വേണ്ടി എല്ലാ ദേശസ്നേഹികളുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം. ഈ സമര പരിപാടിയുടെ പുനരാവിഷ്കാരത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ദേശസ്നേഹികളായ ഓരോ ഭാരതീയരും ഓരോ പൗരന്മാരും ഉൾക്കൊള്ളും എന്നാണ് വിചാരിക്കുന്നത്. ഗാന്ധി മിത്ര മണ്ഡലത്തിന് വേണ്ടി മുഴുവൻ ദേശസ്നേഹികളെയും ഈ പരിപാടിയുടെ വിജയപ്രദമായ നടത്തിപ്പിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്.